എങ്കിലും ഈ പെട്ടകത്തോട് ഞാൻ ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ അകത്തെ സ്വഭാവം വെളിപ്പെട്ടു. സ്തോത്രം പറഞ്ഞാട്ടെ. നീ ശരിയായ രീതിയിൽ നിന്റെ വീട്ടിനകത്തൊന്ന് പ്രാർത്ഥിച്ച് കയറിയാൽ ചിലത് ഏത് റൂട്ടിലാണ് നിൽക്കുന്നത്, ചിലതിന്റെ നിറവെന്താണ്, ചിലതിന്റെ ഗുണമെന്നാണ്, ചിലതിന്റെ മണമെന്നാണെന്ന് അടയാള സഹിതം ദൈവം നിനക്ക് പുറത്തു കൊണ്ടുവരും. ഗ്ലോറി. കരമുയർത്തി രാമേ പറഞ്ഞാട്ടെ. സ്തോത്രം. യാക്കോബ് പറഞ്ഞ കേട്ടോ, എന്റെ ഭാര്യമാരെ മക്കളെ എന്ത് ചെയ്യണം? എനിക്ക് തിരികെ തരണം. ഒരാമേ പറഞ്ഞാട്ടെ. എനിക്ക് തരണം. എനിക്ക് എന്ത് ചെയ്യണം? തരണം. എടാ, നിനക്ക് ചില വർഷം മുമ്പ് കിട്ടിയതല്ലേ ഇതിനെ. ആദ്യത്തെ 7 കൊല്ലം വന്ന പൂർണ്ണത്തെ ഞാൻ തന്നു. രണ്ടാമത്തെ 7 കൊല്ലം 14-ാമത്തെ വർഷമായ പൂർണ്ണത്തെ തന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. നീ തന്നു, എനിക്ക് തക്ക തുണയായിട്ട് നീ തന്നു. പക്ഷെ എന്തിനും ഒരു കൺട്രോൾ നിന്റെ കയ്യിലുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. രണ്ടുപേരും തലമുറകൾക്ക് ജന്മം കൊടുക്കുന്നു. രൂബേനെ പ്രസവിച്ചു, ശിമയോനെ പ്രസവിച്ചു, ലേവിയെ പ്രസവിച്ചു, യഹൂദയെ പ്രസവിച്ചു, ദീനാമയെ പ്രസവിച്ചു. ഒക്കെ ശരിയാണ്. പക്ഷെ എങ്കിലും എവിടെയോ ആത്മീയ കാര്യങ്ങളോട്, വാഗ്ദത്തങ്ങളോട് ചേർന്ന് വരാൻ കഴിയാതെ ആമേൻ മനസ്സുകൊണ്ട് നിന്നിൽ നിന്ന് നിന്റെ കുടുംബത്തെ അകറ്റുന്ന ചില ലാഭന്റെ മണ്ഡലങ്ങൾ ഈ പ്രാർത്ഥനയുടെ ഈ പകലിൽ അത് അഴിഞ്ഞു മാറേണ്ടത്. ചില കുടുംബത്തിനകത്ത് രഹസ്യമായി നീ കരയുന്ന ആ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ ദൈവം മറുപടി നൽകുകയാണ്. പൊട്ടണം. ചില കെട്ടുകൾ ഇന്ന് പകൽ അഴിയണം. പുറത്താരോടും പറയാതെ വിങ്ങിപ്പൊട്ടി കരയുന്ന ചില വിഷയത്തിനകത്ത് അവളുടെ സ്വഭാവം ഒന്ന് മാറിയിരുന്നെങ്കിൽ, അവൾ ഇനിയെങ്കിലും ഒന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പറയുന്ന, നിന്നെ നോക്കി പറയുന്നു. ആ വിഷയത്തിന് ഇന്ന് പകൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദൂത ദൈവം കൈമാറുന്നത്. ആമേൻ. 3 തലമുറ ശുശ്രൂഷകരായിരുന്നു. അപ്പൂപ്പൻ 3 തലമുറ. 3-ാം തലമുറ ഇനി ശുശ്രൂഷയില്ല. ആ പെങ്കൊച്ചിനെ ഒരു ദൈവദാസനെ കൊണ്ട് കല്യാണം